അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ എന്ന ആ ഹദീസ് കിതാബിലെ 41ാമത്തെ ബാബ്, മാതാപിതാക്കളെ എടങ്ങേറാക്കുക എന്നത് ഹറാം, കുടുംബബന്ധം മുറിക്കുക എന്നത് ഹറാം എന്നൊക്കെ വിവരിച്ചു കൊണ്ട ബാബ്. അതിലുള്ള ആ കുടുംബബന്ധത്തെ മുറിക്കുക എന്നതും മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുക എന്നതും അതിലെ ഗൗരവത്തെക്കുറിച്ചുള്ള ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ വിശദീകരിച്ച. എന്നാൽ അതിലെ ആയത്തുകൾ വിശദീകരിച്ചു. എന്നാൽ ഹദീസുകളായിട്ട് വിശദീകരിക്കുക പോണ്ടത്. ഹദീസ് നമ്പർ 336, ഈ ബാബിലെ ഒന്നാമത്തെ ഹദീസ്. വൻ അബീ ബക്രത്ത നുഫൈ ഇബ്നുൽ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ നുഫൈ ഇബ്നുൽ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അബീ ബക്രത്തിന്റെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല, ഇത് വേറെ ആളായിട്ട് നുഫൈ ഇബ്നുൽ അൽ ഹാരിസ് എന്ന ആളായിട്ട് അയാൾ ചൊല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, അക്ബറുൽ കബായിർ, വലിയ ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദോഷം, അതിൽ വെച്ച് അല്ലെ വൻദോഷങ്ങളിൽ വെച്ച് ഏറ്റവും കടുപ്പമുള്ളത് ഞാൻ എനിക്ക് ചുമത്തറട്ട. സലാസൻ 3 വട്ടം നബി തങ്ങൾ എടുത്തു. ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, അപ്പൊ ഞങ്ങളെല്ലാവരും ചൊന്ന നബിയെ ഞങ്ങൾക്കത് ചുമത്താറും. കാല, അപ്പൊ നബി തങ്ങൾ ചൊന്ന അൽ ഇഷ്റാഖു ബില്ലാഹ്, ഒന്ന് അള്ളാഹുടെ കൊണ്ട് ശിർക്ക് വെക്കുക. അള്ളാഹുടെ കൊണ്ട് ശിർക്ക് വെക്കുക എന്നാൽ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹായിട്ട് സ്വീകരിച്ചല്ലേ, ഇലാഹ് ചൊല്ലെ, ഇതായിട്ട് ശിർക്കും ചൊല്ലുക. അപ്പൊ അങ്ങനെ ഒരാളോട് ശിർക്ക് വെച്ചെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താവും, മുശ്രിക്കും കാഫിറ. ശിർക്ക് അപ്പൊ മുജാഹിദും സലഫിയും ചൊല്ലൊരു ശിർക്കുണ്ട്. എന്നെ മൗലിദോദൽ ശിർക്ക്, കുത്തുബിയത്ത് ശിർക്ക്, ഔലിയാക്കന്മാരോട്ട് സഹായം കേൾക്കൽ ശിർക്ക്. ആ ശിർക്ക് ചെയ്ത സുന്നികളായ ആളുമാര് പിറവത്തിങ്ങ നിസ്കരിക്കുന്നത്, ആളെ കണ്ടെങ്കിൽ സലാം ചൊല്ലത്. പക്ഷേ ഇത് ഈ ശിർക്ക് ചെയ്തെങ്കിൽ പിന്നെ അയാള് മുസ്ലിമാണ്, പിന്നെ അയാളെ പിറവത്ത് നിസ്കരിക്കത്തില്ലോ. അപ്പൊ ഇത് ഏത് ശിർക്ക്? ഇസ്ലാമിലൊരു ശിർക്കുണ്ട്. ആ ശിർക്ക് ചെയ്താൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് ഔട്ടാ, പുറത്തോ, അവൻ കാഫിറ, അവൻ മുശ്രിക്ക്. പിന്നെ അവനക്ക് മയ്യലാക്കി കൊടുക്കത്തീറ, അവന്റെ പിറവത്തെ നിസ്കരിക്കത്തീറ, അവനക്ക് സലാം ചൊല്ലത്തീറ. അങ്ങനത്തെ ഒരു ശിർക്കുണ്ട്. അവൻ ഇസ്ലാമിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ടായി പോയി, അവൻ പുറത്തു പോയി. അതായത് ശിർക്ക് ചെന്നെങ്കിൽ അത്. എന്നല്ലാണ്ട് ശിർക്ക് ചെയ്തവന് പിന്നെ അവന്റെ പിറവത്തെ നിസ്കരിക്കുകയോ അവന്റെ മൂലം മങ്ങലാവുകയോ അല്ലെങ്കിൽ അത് ചെയ്ത പെൺമക്കളെ മങ്ങലാവുകയോ അവിടെ എനിക്ക് ഓപ്ഷൻ ഒന്നും ഇല്ല ഇസ്ലാമിൽ. അപ്പൊ അത് ശിർക്കും ചൊന്നെങ്കിൽ എന്ത് എന്ന് മനസ്സിലാക്കാത്ത കൊണ്ടായിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ശിർക്കും ചൊന്നെങ്കിൽ എന്തിനെന്റെ ഇത്രത്തോളം തിരിഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കാൻ ചൊന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ഒന്നിന് ഇലാഹായി വിശ്വസിച്ചാൽ അത് ശിർക്കാൻ. അത് അയാത്തിക്കട്ടെ മൗത്തിക്കട്ടെ, കല്ലാവട്ടെ മറാവട്ടെ ജിന്നാവട്ടെ ശൈത്താനാവട്ടെ മലക്കാവട്ടെ, ഏതൊന്നും ഇലാഹിയത്ത് വെച്ചു കൊടുത്തെങ്കിൽ അത് ശിർക്ക്. ഇലാഹാനെന്ന് വിശ്വസിച്ച് ഇലാഹ് അല്ല എന്ന നിലക്ക് ആരോട്ടും സമ്പർക്കത്തിൽ കിടത്തുകൊണ്ട് ശിർക്കൊന്നും ആവില്ല. അള്ളാഹുടെ കൊണ്ട് ശിർക്ക് വെക്കുക എന്നത് കല്ലുടെ പടച്ചോനുണ്ട് വിശ്വസിക്കലേ, അല്ലെ മലക്കടെ പടച്ചോണ്ട് വിശ്വസിക്കലേ, ഒരു നബീനെ പടച്ചോനുണ്ട് വിശ്വസിക്കലേ, ഇതൊക്കെ ശിർക്കായിരിക്കും. അതിന്റെ പിറവത്തിൽ തന്നെ നബി തങ്ങൾ എന്നത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഏറ്റവും വലിയ ദോഷം ഒന്ന് ശിർക്ക്. അതിന് തൊട്ട് പിറവത്ത് നബി തങ്ങൾ ചൊല്ലെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുക. ഒക്കാന മുത്തക്കൻ നബി തങ്ങ എന്താക്കിയിട്ട് ചാഞ്ഞ് തെച്ചിട്ടുണ്ട്. ഫജലസ, എന്നിട്ട് നബി തങ്ങൾ ശരിയായി തെച്ചിട്ട് ഫഖാൽ, എന്നിട്ട് ചെന്ന് അലാ വഖൗലു സൂർ വശഹാദത്തു സൂർ, കള്ള പലക്കും കള്ള സാക്ഷിയും. എന്നിട്ട് അറിയണം വഖൗലു സൂർ, അതെ തെറ്റായ പലക്ക, കള്ള പലക്ക, കള്ള സാക്ഷി, സാക്ഷി നിൽക്കലെ കളവായിട്ട്. സമാസാറുഹ, അതിനെ നബി ആവർത്തിച്ചോണ്ടി അത്താക്കുള്ള ഏത് അലാ വഖൗലു സൂർ വശഹാദത്തു സൂർ, കളവ് പലക്കവും കളവ് സാക്ഷിയും എന്നതിങ്ങനെ ആവർത്തിച്ച് ചൊന്നുകൊണ്ടി അത്താക്കുള്ള ഞങ്ങളെ ചൊന്നുപോയ ലൈത്തോ സഖത്ത, നബി ഒന്ന് മുണ്ടാട്ടി തെച്ചിനെങ്കിൽ എത്താ നല്ല വന്ന് ചൊന്നെങ്കിൽ നബിയെ തിരിച്ചു പിന്നും ചൊല്ലേ. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് സതിക്കോ അല്ലേ. അപ്പൊ നബി ഒന്ന് മുണ്ടാട്ടിന്നെങ്കിൽ നബി അത് ആവർത്തിച്ചുകൊണ്ടുണ്ട്. അപ്പൊ അതൊരു ഗൗരവത്തർ വലിയ വിഷയമാണ്. മുത്തഫഖുനായി അത് വലിയ ഗൗരവം എന്നുള്ളത്. കള്ള സാക്ഷി എന്നുള്ളത്, അല്ലെ കള്ള പളക്ക, കള്ള സാക്ഷി എന്നുള്ളത്. 337 ഹദീസ്. വൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അൽ കബായിർ, അതാ വൻദോഷങ്ങൾ, വലിയ ദോഷങ്ങൾ. അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുടെ കൊണ്ട് ശിർക്ക് വെക്കണേ. വഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കണേ. ഖത്ലുൻ നഫ്സ്, ശരീരത്തെ കൊല്ലുടെ. വൽ യമീനുൽ ഗമൂസ്, കള്ളസത്യം. അവനേനോ ഒന്നാമതായി നബി തങ്ങൾ ഇത് അള്ളാഹുടെ കൊണ്ട് ശിർക്ക് വെക്കണേ. അതിലെ പിറവത്തന്നെയത് മാതാപിതാക്കളെ ഇടങ്ങേറാക്കണേ. പിന്നെ ആയിട്ട് കൊല്ല എന്നുള്ളത്, കൊല്ലകത്ത് അല്ലെ, ഒരു മനുഷ്യരെ കൊല്ല എന്നുള്ള വലിയ ദോഷമുണ്ട്. റവാഹുൽ ബുഖാരി. അൽ യമീനുൽ ഗമൂസ് അല്ലത്തി യഹ്ലിഫ കാദിബൻ ആമിദൻ, കറുതി കൂട്ടി കളവ് സത്യത്തിൽ കയറ്റിക്കിടെ അൽ യമീനുൽ ഗമൂസ് ചൊല്ലി. സുമിയത്ത് ഗമൂസൻ, ഗമൂസുൻ ടൈക്ക് യമീനുൽ ഗമൂസ്, ഗമൂസിന്റെ പേര് വെച്ചത് തഗ്മിസുൽ ഹാലിഫ ഫിൽ ഇസ്ം, ഈ സത്യം ഇട്ടവണ് ദോഷത്തിൽ മുങ്ങട. ഗമൂസ് എന്നെങ്കിൽ മുങ്ങട എന്നർത്ഥല്ലേ. യമീനുൽ ഗമൂസ് എന്ന് ഓന്ന് ഈ കള്ളസത്യം ഇട്ടവൻ ദോഷത്തിൽ മുങ്ങിപ്പോണ്ട. അതുകൊണ്ടായിട്ട് യമീനുൽ ഗമൂസ് ചെന്നേ. അപ്പൊ മാതാപിതാക്കളെ അടങ്ങേറാക്കുക എന്നത് ബുദ്ധിമുട്ടാക്കുക എന്നുള്ളത് ശിർക്ക് വെക്കടേ എന്നതിന് തൊട്ട് പിറവത്തായിട്ട് രണ്ട് ഹദീസുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണക്കാക്കിയത്. അള്ളാഹു അത്തരം മോശ സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബത്തെയും അള്ളാഹു കാക്കട്ടെ. നമുക്ക് അള്ളാഹു മാതാപിതാക്കളോടുള്ള സ്നേഹവും വാത്സല്യവും കരുണയും അള്ളാഹു ഏറ്റിത്തരുമാറാകട്ടെ. ദുആ വസിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ഹദീസുകളുണ്ട്, അതിനത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.